ഇതിൻ്റെ ബാക്കിൽ ആളെ ഇരുത്തി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയേ വേണ്ട. കാരണം എൻ്റെ പൊന്നളിയ ഇത് വേറെ മൂടെന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ് ഇരിക്കുന്നത്. ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്ന സംഭവം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ഒരു ഗ്രാഫിക്സ് ഇവിടെ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു Wheelz. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വിൻറ്റേജ് കാറായിട്ടാണ്. ഒരു 85 മോഡൽ SS80 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരത്തുകളിലൊന്നും ഇപ്പോൾ അധികം കാണാത്തൊരു വാഹനമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റിയൽ ജപ്പാൻ എഞ്ചിനായിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. വിൻറ്റേജ് ലുക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ മോഡിഫൈ എടുത്തിരിക്കുന്ന ഒരു SS80 ആണ് നമ്മുടെ കയ്യിലുള്ള കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വർക്കാണ് ചെയ്തിട്ടുള്ളത്, അത് പിന്നെ എന്താണ് ഇതിനൊരു നോർമൽ സ്റ്റോക്ക് SS80യിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്കിതിൻ്റെ വണ്ടിയുടെ ഒരു ഫുൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മോഡിഫൈഡ്സിന് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. നമ്മൾ വീഡിയോ ചെയ്യുന്ന വാഹനങ്ങളുടെ ഫോട്ടോസ് അതുപോലെ റീൽസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. ലിങ്ക് ചെയ്യാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക്. ഒരു 85-90 ആ ഒരു കാലഘട്ടങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റോഡുകളിൽ ഭരിച്ചിരുന്ന, അതായത് ഇന്ത്യൻ റോഡുകളിൽ എവിടെ നോക്കിയാലും കണ്ടിരുന്ന ഒരു വാഹനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മോഡിഫൈഡ് SS80യുടെ ഫ്രണ്ട് പ്രൊഫൈൽ ആദ്യം വരാം. ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു വാഹനം ഇവിടെ കാണുമ്പോൾ എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏത് പാതിരാത്രിക്ക് കൊണ്ടിട്ടാലും അല്ലെ ഏത് ആൾക്കൂട്ടത്തിന് കൊണ്ടിട്ടാലും ഈ സംഭവം ഒരു മനുഷ്യൻ നോക്കാണ്ടിരിക്കില്ല. അത്ര ഒരു വിസിബിലിറ്റിയാണ് ഈ ഒരു പെയിൻറ്റിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രത്തോളം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഈ ഒരു SS80 ഇത്രയും ഒരു വ്യത്യസ്തമായി നിർത്തുന്നത് ഈ ഒരു പെയിൻറ്റ് സ്കീമാണ്. ഒരു കസ്റ്റം മെയ്ഡ് യെല്ലോ ഷെയ്ഡുള്ള പെയിൻറ്റ് സ്കീമാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ഏതൊരു സ്ഥലത്ത് അല്ലെങ്കിൽ എത്ര ആൾക്കൂട്ടത്തിൽ കൊണ്ടിട്ടാലും ഈ വണ്ടി വേറിട്ട് നിൽക്കുക തന്നെ ചെയ്യും. കാരണം ഇതിൻ്റെ ഈ പെയിൻറ്റിങ് തന്നെയാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ തന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഫ്രണ്ട് കിറ്റ്, ഈ ഫ്രണ്ട് പീസ് ഫുള്ളായിട്ട് കസ്റ്റം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഹെഡ്ലൈറ്റിൻ്റെ പോർഷനാണെങ്കിലും അതുപോലെ ഒരു ഗ്രില്ലിൻ്റെ പോർഷനാണെങ്കിലും ഫുള്ളായിട്ട് കസ്റ്റമൈസ്ഡ് ആണ്. നമ്മുടെ ഇവിടെ സ്റ്റോക്ക് വന്നിരിക്കുന്ന SS80ക്ക് ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പ് ഒരു സിംഗിൾ ഹെഡ്ലാമ്പാണ് വന്നിരുന്ന ഒരു സൈഡിൽ. അപ്പോൾ അത് മാറ്റി ഇവിടെ ഒരു ഡ്യുവൽ ഹെഡ്ലാമ്പൊക്കെ, അതും റൗണ്ട് ഹെഡ്ലാമ്പാണ് കൊണ്ടുവന്നിരിക്കുക. അതൊക്കെ ഒരു വേറിട്ട ലുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഹെഡ്ലാമ്പിൻ്റെ ചുറ്റും ഒരു DR ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, റെഡ് DR കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഈ ഗ്രില്ലിൻ്റെ ഭാഗത്തേക്ക് ഒരു ബ്ലാക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലാക്ക് ഷെയ്ഡാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്രില്ല് ഫുൾ മെറ്റൽ ചെയ്തേക്കുന്ന കേട്ടോ. അപ്പോൾ അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഗ്രില്ല് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സാധാരണ SS80ക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് സിസ്റ്റം ആണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ അതേ പ്രൊസീജിയറാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അതിവിടെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ സാധാരണ നോർമലി ഇപ്പോൾ മാരുതി 800 അല്ലെങ്കിൽ നോർമലി കാറുകളുടെ വന്നിരിക്കുന്നത് അകത്തുനിന്ന് ലിവർ വലിച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ബോണറ്റിനകത്ത് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഗ്രില്ലിൻ്റെ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഒരു GTAയുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് തൊട്ട് താഴേക്ക് വരാം. തൊട്ട് താഴേക്ക് ഈ ഫ്രണ്ട് പ്രൊഫൈലിൽ വരുവാണെങ്കിൽ ഇവിടെ ആയിട്ട് 2 യെല്ലോ ബ്ലിങ്കേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി അവിടെ നമുക്ക് തൊട്ട് താഴേക്ക് വരാം. അവിടുന്ന് ഇവിടെ ഈ ഒരു ഫ്രണ്ട് പീസ് ഫുള്ളായിട്ട് കസ്റ്റം ചെയ്ത് കാരണം ഇത് കുറച്ചൊരു ബൾക്ക് സൈസ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ നോർമൽ SS80 നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു സ്ലീക്ക് ഡിസൈനൊക്കെയാണ് ഫ്രണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് കുറച്ചുകൂടി ബൾക്കിൻ സൈസൊക്കെ ആയിട്ടുണ്ട് ഫ്രണ്ട് പ്രൊഫൈൽ. ഇനി ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ ഏറ്റവും താഴെ കസ്റ്റം ലിപ്പ്, അതും ഒരു മെറ്റൽ പീസാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ പീസുള്ള ലിപ്പ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ലോവർ ചെയ്തിരിക്കുന്ന ഏതൊരു വണ്ടിയും ഫൈബർ ലിപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മൾ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ അറിയാമല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഈ സംഭവം പൊട്ടിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെ പോയാലും നമ്മുടെ കേരളത്തിലെ റോഡുകൾ എതിലേ പോയാലും ഒന്നെങ്കിലും തട്ടാണ്ടിരിക്കില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു കസ്റ്റം മെയ്ഡ് ഈ ഒരു മെറ്റൽ ലിപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തട്ടിയാലും ജസ്റ്റ് ഒന്ന് അകത്തേക്ക് വളയും. നമുക്കത് തിരിച്ച് വളച്ച് നേരെയാക്കി വെക്കാവുന്ന ഒരു കേസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ക്യൂട്ട് ലുക്കാണ്. ഭയങ്കര ഒന്ന് കൊഞ്ചിക്കാൻ തോന്നും ഈ ഒരു വാഹനത്തിന്റെ കളറും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷേ ഇതിനകത്ത് ശരിക്കും അതൊരു കുട്ടിച്ചാത്തൻ, ഒരു ചാത്താൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ബോണറ്റിനകത്താണ് സംഭവം കുടിയിരുത്തിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനെ കാണിച്ചു തരാം കേട്ടോ. കണ്ടിട്ട് ആരും ഞെട്ടരുത്.
നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആ കുട്ടിച്ചാത്തനെ കാണിച്ചു തരാം കേട്ടോ. പുള്ളി അവിടെ ഉണ്ടോ നോക്കട്ടെ. എങ്ങനെയുണ്ട് ഐറ്റം? അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആരും നോക്കുന്ന രീതിയിലൊരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്ന സംഭവം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ഒരു ഗ്രാഫിക്സ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു പെയിൻറ്റിങ് കാര്യങ്ങളും അതുപോലെ വണ്ടിക്കൊരു ഈ ഫുള്ളായിട്ട് ഈ ഒരു എഞ്ചിൻ റൂം വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ഷെയ്ഡിലാണ്. ഫുള്ളൊരു ഇവിടെ ഒരു റെഡ് ഷെയ്ഡ് കാര്യങ്ങൾ, റെഡ് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വന്നത്. അതുപോലെ നമുക്ക് ഈ ബോണറ്റിനകത്ത് വേറെ പറയാനുള്ള കാര്യം എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ വരുന്നത് ഒരു റിയൽ അന്നത്തെ ഒരു 85 മോഡൽ SS80 വന്നിരിക്കുന്നത് ഒറിജിനൽ ജപ്പാൻ്റെ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ജപ്പാൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ജപ്പാൻ വേറെ ലെവലായിരുന്നു. അത്രയും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. ജപ്പാൻ്റെ എഞ്ചിന് കിട്ടാനില്ല. ഇപ്പോഴത്തെ ജപ്പാൻ എഞ്ചിൻ വന്നിരിക്കുന്നത് പഴയ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്ന ഓമിനിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ളൊരു വാഹനം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു ജപ്പാൻ മെയ്ഡ് എഞ്ചിൻ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഫുൾ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ അടിക്കണം കേട്ടോ. എഞ്ചിൻ പെർഫോമൻസിൻ്റെ കാര്യത്തിലോ അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോണറ്റിൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തേക്കാം. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ പറയാനുള്ള കാര്യം. ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ ഷെയ്ഡാണ് വണ്ടി ഫുള്ള് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് വണ്ടിയുടെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വിസിബിൾ ആവുന്ന ഈ ഒരു അലോയ് വീൽസ് ആണ്. എൻ്റെ അളിയ സീൻ സാധനം GTRൻ്റെ ഒരു 13 ഇഞ്ച് അലോയ് വീൽസാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 115 50 R13 എന്ന് പറഞ്ഞിട്ട് സൈസിലുള്ള ടയറൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വൈഡായിട്ടൊരു അലോയ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ലുക്കിനെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്നാണെങ്കിലും അതുപോലെ സൈഡ് പ്രൊഫൈലിൽ നിന്നാണെങ്കിലും ഈ ഒരു വണ്ടിയുടെ ലുക്കിനെ ഈ അലോയ് നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ നിന്ന് തൊട്ടടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഡോറിൻ്റെ സൈഡിലേക്ക് ഇവിടെ ഒരു കസ്റ്റം മെയ്ഡ് ബൈക്കിനൊക്കെ നമ്മൾ വെക്കുന്ന ടൈപ്പ് ഒരു മിറർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നോർമൽ സ്റ്റോക്ക് വന്നിരിക്കുന്ന മിറർ എടുത്ത് മാറ്റി ഇവിടെ പുതിയ കസ്റ്റം മെയ്ഡ് മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അത്യാവശ്യം ഗ്ലാസ് കുറച്ച് ടിൻഡഡ് ആണ്. അപ്പോൾ ആ ഒരു യെല്ലോ ബ്ലാക്ക് ഷെയ്ഡ് വരുത്താനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നമ്മൾ വരുമ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു SS80 ലോവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെയാണ് ഈ 2 വിരൽ കയറാവുന്ന ഗ്യാപ്പേ ഉള്ളൂ ഈ ടയറും വീലാർച്ചും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അത്രയും നന്നായിട്ട് ലോവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ലോവറിങ് കുറച്ചുകൂടി ഒന്ന് സ്പെഷ്യൽ ആവാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലോവർ ചെയ്തിട്ടുണ്ടെന്നൊരു ഇത് വരുത്താനായിട്ട് സൈഡ് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആ ഒരു വാഹനത്തിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലുക്ക് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കേറ്റിംഗ് വന്നിരിക്കുന്നൊരു ഫൈബർ പീസാണ്. ഇതൊരു മെറ്റൽ പീസ് അല്ലാട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ബാക്ക് സൈഡിൽ അലോയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ബാക്ക് സൈഡിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുവാണ്. ഫ്രണ്ടിൽ നമ്മൾ കണ്ടത് ഒരു 2 വിരൽ ഗ്യാപ്പാണ് കണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും 2 വിരൽ കയറ്റാൻ നോക്കിയാൽ നടക്കൂല. ഈ ഒരു ഒറ്റ വിരലിൻ്റെ ഗ്യാപ്പ് ഉള്ളൂ കേട്ടോ. ഒരു വിരൽ പോലും ശരിക്കും കയറില്ലാത്ത രീതിയിലുള്ള ലോവറിംഗ് ആണ് ബാക്കിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്രയും നന്നായിട്ട് വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട്. അത്രയും വണ്ടി നിലത്ത് കിടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നമ്മൾ ഈ ഒരു വാഹനം ലോവർ ചെയ്തേക്കേണ്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ ആളെ ഇരുത്തി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയേ വേണ്ട. കാരണം എങ്ങനെ പോയാലും ഇത് ഈ ടയറുമായിട്ട് ടച്ച് ചെയ്യും. ബാക്കിൽ നമ്മൾ ആളെ വെയിറ്റ് ഓവർലോഡ് വരുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കാരണം അത്രയും ലോവർ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതുകൊണ്ട്. ഇല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ SS80 പരിചയമുള്ളവർക്ക് അറിയാം ഈ ഒരു വാഹനത്തിന് ഡിക്കി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഡിക്കി ഓപ്പൺ ചെയ്യുന്ന പോലെ അല്ല ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഒരു ഫുൾ ഗ്ലാസ്, ഈ കാണുന്ന ബ്ലാക്ക് ഗ്ലാസ് ആണ് നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്ത് ഡിക്കി ആയിട്ട് ഉപയോഗിക്കും. ഞാനത് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് ഓപ്പൺ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ഒരു വേറെ മറ്റ് കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ അത് SS80യുടെ അതായത് നോർമലി മാരുതി 800 സെന്ന് അങ്ങനെയുള്ള കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഡിക്കിയാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫുൾ ഗ്ലാസ് ആണ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ബാക്കിലെ ഫുൾ ഗ്ലാസ് ആണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കൊരു ഇതിനകത്തൊരു സ്റ്റെപ്പിന് വെക്കാം, അതുപോലെ ചെറിയ രീതിയിൽ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലൊരു ഡിക്കി സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്തേക്കാം കേട്ടോ. ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്ന ഒരു സംഭവം ഞാൻ ഇതിനു മുമ്പ് ഞാൻ SS80യുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചാണ്. ഇത് നമ്മുടെ 2ാമത്തെ SS80യുടെ വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊരു സ്റ്റോക്ക് രീതിയിലിരിക്കുന്ന SS80 ആയിരുന്നു അന്ന് ചെയ്തത്. അപ്പോൾ ഇതൊരു മോഡിഫൈഡ് SS80 ആണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോയുടെ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അത് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കാം. ഗ്ലാസ്സിലായിട്ട് ഫുള്ളി ടിൻഡഡ് ആയിട്ട് ഗ്ലാസ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഗ്ലാസ്സിൽ ഒരു ലോ ലൈഫ് എന്നൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെയായിട്ട് ഈ ഒരു വണ്ടിയുടെ ഓണറുടെ ഇൻസ്റ്റാ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗദ്ദാഫി. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം. പുള്ളിയൊന്ന് കയറി ഫോളോ ചെയ്യുക. പുള്ളിയുടെ പ്രൊഫൈൽ ഈ വണ്ടിയുടെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി.
ഇനി അവിടെ നിന്ന് തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഈ ഒരു വാഹനം SSITയുടെ സ്റ്റോക്ക് വന്നിരിക്കുന്ന ടെയിൽ ലാമ്പ് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിലൊന്നും ഒരു ചേഞ്ചും വരുത്തില്ല കേട്ടോ. ഫുൾ ആ ഒരു അന്ന് എങ്ങനെയായിരുന്നു ടെയിൽ ലാമ്പ് വരുന്നത് ആ ഒരു സെയിം ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് അവിടെ തൊട്ട് താഴെ ഈ ഒരു ബമ്പർ പീസിൻ്റെ ഭാഗത്തേക്ക് വരാം കേട്ടോ. ബമ്പർ പീസിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ നോർമൽ SSITയിൽ വന്നിരിക്കുന്ന ഒരു മെറ്റാലിക് ബമ്പർ കാര്യങ്ങളൊക്കെയാണ് ബാക്ക് ബമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പുതിയ മോഡൽ മാരുതി 800ൻ്റെ പുതിയ മോഡൽ 800ൻ്റെ വന്നിരിക്കുന്ന ഒരു ഫൈബറിൻ്റെ ടൈപ്പ് ബമ്പറാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് ഏറ്റവും താഴേക്ക് വരാണത് ഇവിടെ ആയിട്ടൊരു കുഴൽ കാണാം. കുഴൽ എൻ്റെ പൊന്നളിയ ഇത് വേറെ മൂടെന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു എക്സോസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഏത് വഴി പോയാലും എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന രീതിയിലുള്ള എക്സോസ് നോട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്ര ഒരു പവർഫുൾ ആയിട്ട് എക്സോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് കേൾപ്പിച്ച് തരാം. ഇത് സ്റ്റീൽ ബെൻഡ് വൈപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ എക്സോസ് നോട്ട് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. ഞാനത് കേൾപ്പിച്ച് തരാം ജസ്റ്റ്. ഇനി നമുക്ക് അവിടുന്ന് ഈ ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു മാഫിയ സ്പെക്കിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് അപ്പുറം നമ്മൾ ആ റൈറ്റ് സൈഡ് കണ്ടതിൻ്റെ എക്സാക്ട് സെയിം തന്നെയാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു SSITയുടെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം. ഇൻറ്റീരിയറൊക്കെ ഓൾമോസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷനാണ് ഇരിക്കുന്നതെന്ന് പറയാം. അധികം അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമുക്ക് ഇവിടെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഭാഗത്ത് കാര്യമായ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് നല്ലൊരു പ്രീമിയം ഫിനിഷിങ്ങിലാണ് ഇവിടെ സീറ്റൊക്കെ വന്നിരിക്കുന്നത്. വീലിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മോമോയുടെ ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സ്പോർട്സ് സ്റ്റിയറിംഗ് വീലൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ഈ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മീറ്ററൊക്കെ ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഡാഷ് ഫുള്ളായിട്ടൊരു റെഡ് കോമ്പോയിൽ തന്നെ റെഡ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു റെഡ് ഷെയ്ഡ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. റെഡ് എനിക്കറിയാമല്ലോ, എൻ്റെ വീഡിയോ ആണെന്നവർക്ക് അറിയാം. മൈ ഫേവറേറ്റ് കളർ ഇസ് ഓൾവേസ് റെഡ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഗിയറിൻ്റെ ഭാഗത്ത് കുട്ടിച്ചാത്തൻ്റെ ബാക്കി ഫ്രണ്ടിൽ കണ്ട കുട്ടിച്ചാത്തൻ്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയൊരു തലയോട്ടേക്ക് ഇരിപ്പുണ്ട്. ഒരു ഭീകരതയൊക്കെ നമുക്ക് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ. ഈ ഒരു വാഹനത്തിൻ്റെ എക്സോസ് നോട്ട് കേൾക്കാം. ഒരു സീൻസ് ആണെന്ന് പറഞ്ഞാൽ സീൻസ് ആണ്. വേറെ മൂഡാണ് ഇതിന് സൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും തീ വരുമായിരുന്നു. അപ്പോൾ അത് കുറച്ച് വണ്ടി ഒന്ന് ഹീറ്റ് ആവണം. അപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്താൽ തണുത്തിരിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. എങ്ങനെയുണ്ട് മുതല്? സീനാണോ? ഞാൻ പറഞ്ഞാണോ സീനാണോ? എൻ്റെ അളിയ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാട്ടോ. എതിലും പോയി കഴിഞ്ഞാൽ ചെവി അടയ്ക്കണ സൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലത്തെ എക്സോട്ടാ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വാഹനം ഇത്രയും മോഡിഫൈ ചെയ്തതും ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ പണി തീർത്തും ഇത് ഒക്കെ ആയിട്ടുള്ള നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓണറെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഓണർ നാദിർഷ ഇവിടെയുണ്ട്. ബ്രോ ഹായ് ബ്രോ. യെസ്. അപ്പോൾ നമുക്ക് നാദിർഷയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയെക്കുറിച്ചും ഇതുപോലെ മോഡിഫൈ ചെയ്തതിൻ്റെ ഒരു റീസണൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ നാദിർഷ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് തന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു നമ്മൾ എന്താ പറയുക, റെയറാണ് ഈ SSIT ഒക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ ഒരു മോഡിഫൈഡ് SSIT ഒക്കെ ഇനി നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം പ്രീമിയം കാർ, അതായത് കുറച്ചുകൂടി പവർ കൂടിയതൊക്കെ ആയിട്ടുള്ള വാഹനങ്ങളെ എടുത്ത് മോഡിഫൈ ചെയ്യുമ്പോൾ, അതായത് സിവിക്ക് പോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ സിറ്റി അങ്ങനെയുള്ള വാഹനങ്ങൾ എടുത്ത് മോഡിഫൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിൻറ്റേജ് വാഹനം, അതായത് മാരുതി SSIT ഒരു 85 മോഡലാണെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പോൾ ആ ഒരു വാഹനം എടുത്ത് മോഡിഫൈ ചെയ്താനുണ്ടായ ഒരു കാരണം എന്താണ് ബ്രോ? വിൻറ്റേജ് എടുക്കാൻ വിൻറ്റേജ് ക്രൈസ് ആണ് എനിക്ക് കൂടുതലും. വിൻറ്റേജ് ക്രൈസ് ആണ് അതിൽ ഉപരി അളിയരിയുടെ വിൻറ്റേജ് ക്രൈസ് ആണ്. ഇതെല്ലാം ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യുക, പൈസ എല്ലാം മുടക്കിയേക്കുന്ന അളിയനാണ്. ബ്രോയുടെ അളിയനാണ് ഈ ഒരു വണ്ടി എടുക്കാനും ഒക്കെ സ്പോൺസർ ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പോൾ പുള്ളി കാരണമാണ് ഞാൻ ഈ ലെവലിൽ എത്താൻ കാരണം. ഒരു വാഹനത്തിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു നാദിർഷയുടെ അളിയനാണ്. ആ പുള്ളിയുടെ പേരെങ്ങനെയായിരുന്നു? സാജു. യെസ്, സാജു സലീം. അപ്പോൾ പുള്ളിക്കാണ് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ ഇട്ട് പണിതയിലും അതിന്റെ തലയൊക്കെ അളിയന് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സോറി. അപ്പോൾ അതിന്റെ ബാക്കി ഇവിടെ ഇട്ട് പണിതും അതിനുള്ള കഷ്ടപ്പാടുകളും ബാക്കിയെല്ലാം നമ്മുടെ നാദിർഷയാണ് എല്ലാം ചെയ്തത് കേട്ടോ. മാറ്റി പറയുന്നില്ല, നല്ല കഷ്ടപ്പാടുണ്ട്. പിന്നില്ലേ ഒരു വിൻറ്റേജ്, പ്രത്യേകിച്ച് വിൻറ്റേജ് വണ്ടി. സംസാരിക്കും, രാത്രിയിലാണ് സമയം കിട്ടുന്നത്. ഓക്കെ, പുള്ളിയുടെ ജോലി ഞങ്ങൾ സംസാരിക്കും, ഇന്ന പോലെയൊക്കെ കസ്റ്റം ചെയ്യണം. ഇത് ഫ്രണ്ട് ബമ്പർ തന്നെ ഒരുപാട് വട്ടം അഴിക്കുകയും ഊരുകയും തല്ലി തൂക്കുകയും ഒക്കെ ചെയ്തിട്ട്. അതെ. അപ്പൊ പുള്ളിയുടെ ഒരു ഐഡിയ ഉണ്ട് ഇതിനകത്തല്ല, ഇതിന്റെ പുറകില്. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവരാൻ എന്താണ് റീസൺ?
ഇത് അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് യെല്ലോ അല്ല, വേറൊരു യെല്ലോ പോലത്തെ കളറാണ്, ബാക്കി കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇപ്പൊ എവിടെ കൊണ്ടിട്ടാലും നമുക്ക് രാത്രിയാണെങ്കിൽ പോലും ജസ്റ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി അത്ര വിസിബിൾ ആയിരിക്കും. ഇത് യെല്ലോ അല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ പെയിന്റ് കടയാണ്, അവിടെ പോയി നമ്മളായിട്ട് കസ്റ്റം ചെയ്തൊരു പെയിന്റ് ആണ്. ഇത് യെല്ലോ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു പെയിന്റ് സ്കീം ഇതിന് മാത്രമേ ഉള്ളൂ കേട്ടോ, അത് ഓർക്കണം. ഇങ്ങനെ എടുക്കാന്ന് ആലോചിക്കുക വേണ്ട. ഓക്കെ, പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം ലോവർ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫ്രണ്ട് ആയതിൻ്റെ അവിടെ ഒരു 2 പേരിൽ കയറാവുന്ന ഗ്യാപ്പ് ഉള്ളൂ. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം 1 പേരിൽ കയറാവുന്ന ഗ്യാപ്പ് ഉള്ളൂ ബാക്ക് സൈഡിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വണ്ടി കൊണ്ടുനടക്കുമ്പോൾ എന്താണ് ബ്രോയ്ക്ക് ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ അതൊക്കെ ഒന്ന് പറയാൻ ഷെയർ ചെയ്യാവോ? നമ്മുടെ റോഡുകളെ അറിയാമല്ലോ, പറ്റില്ല. അറ്റ്ലീസ്റ്റ് ബമ്പൊക്കെ വരുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വീലൊക്കെ ചിലപ്പം അങ്ങ് സ്റ്റക്കായിരിക്കേണ്ട വരും, പിന്നെ ചരിഞ്ഞൊക്കെ കയറിപ്പോവും, ഒന്ന് ലിപ്പ് ഒരയുന്ന കേസ് വരും, അല്ലെങ്കിൽ ബാക്കി അങ്ങനെ അമങ്ങിക്കും. പിന്നെ ബാക്കിൽ ആളെ കയറുന്നതേ ആലോചിക്കേ വേണ്ട, 2 പേര് മാത്രമേ കയറത്തുള്ളൂ, ബാക്കിൽ ആള് കയറുന്നതേ ആലോചിക്കണ്ട. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നാദൃശ ഈ ഒരു ഫുള്ളായിട്ട് ഈ ഒരു ഓട്ടോമോട്ടീവ് ഫീൽഡാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? നമ്മൾ വണ്ടിയുടെ ഫുള്ള് കസ്റ്റം പരിപാടിയാണ്. ഒരു വണ്ടി സ്റ്റോക്ക് വണ്ടി കണ്ടു തന്നാൽ നമ്മുടെ ഐഡിയാപരമായിട്ട് കസ്റ്റം ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട് വണ്ടി. പിന്നെ വണ്ടിയുടെ ബിസിനസ്സാണ്, ഒരു വണ്ടി എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന പരിപാടി. അപ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് വണ്ടിയുടെ ഒരുപാട് അടിപൊളി ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കയറി കാണുക കേട്ടോ. നിങ്ങൾക്ക് അതിനകത്ത് നല്ല ഫോട്ടോസും കുറച്ച് റീല് കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കയറി കാണാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു കിടിലം വണ്ടി പണിതിറക്കുന്നുണ്ട്, സ്കീം സാധനമാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ ആ വണ്ടി ഇറങ്ങും, അപ്പോൾ അതും നമ്മൾ തന്നെ ഓക്കെ അറിയാം. ഇന്ന് കൊണ്ടുവന്ന ഈ ഒരു 85 മോഡൽ മാരുതി SS80 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മോഡിഫിക്കേഷൻ മാർക്കൊക്കെ എല്ലാവർക്കും നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാണ്ട് മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്കിനി പുതിയൊരു വണ്ടിയും അതുപോലെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.